പിന്നെ 20ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഇ ഡി വന്നപ്പോൾ എന്തുകൊണ്ട് നമ്മുടെ എം ഡിയും സിയും മാറി നിന്നു? അതിൽ വല്ല കാര്യമുണ്ടോ? അതിലല്ലേ കാര്യമുള്ളൂ, അതിലേ കാര്യമുള്ളൂ. അപ്പോൾ ഇവർ നിയമപരമായിട്ട് എല്ലാ രേഖകളും ഒരു തട്ടിപ്പുമില്ലാത്ത ദൈവത്തിൻ്റെ കയ്യൊപ്പുള്ള കമ്പനിയാണെങ്കിൽ ഇവരുടെ കയ്യിലുള്ള രേഖകൾ കാണിച്ചു കൊടുത്താൽ മാത്രം മതിയായിരുന്നു. ഇവരെ ഓരോ ചോദ്യത്തിലും ഇങ്ങനെ പേപ്പർ ഇങ്ങനെ എറിഞ്ഞു കൊടുത്താൽ മതിയായിരുന്നു. പക്ഷെങ്കിൽ അങ്ങനെയൊന്നുമില്ല, ഒളിപ്പിക്കാനാണ് ഉള്ളത്. അതുകൊണ്ടാണ് 212 കോടിയുടെ ആസ്തികൾ പോലും അവിടെ ഇട്ടിട്ട് ഓടിയത്. അപ്പോൾ പിന്നെ പറയുന്നത്, പിന്നെ പത്രക്കാരുണ്ടായിരുന്നല്ലോ, പത്രക്കാരിതൊന്നും അറിഞ്ഞിട്ടില്ല. പത്രക്കാർ പിന്നെയാണ് അറിഞ്ഞത് ചാക്കോ സാറെ. അപ്പോൾ 7 മണിക്ക് വരുമ്പോൾ പത്രക്കാരൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ഇതിനു മുന്നേ തലേന്ന് തന്നെ വിവരം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് നാളെ രാവിലെ മുങ്ങാനുള്ള എല്ലാ പരിപാടികളും ചെയ്തിട്ടുണ്ടായിരുന്നു. ശ്രീനാഥ് പ്രതാപൻ തലേന്ന് വൈകുന്നേരം 5:30 സോഷ്യൽ മീഡിയയിൽ നിന്ന് അപ്രത്യക്ഷമായിട്ടുണ്ടായിരുന്നു. മൊബൈലൊക്കെ സ്വിച്ച് ഓഫ് ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് മാറി നിന്നതല്ല, അതിനെ അങ്ങനെയല്ല പറയേണ്ടത്, ഒളിച്ചോടി എന്ന് വേണം പറയാൻ വേണ്ടിയിട്ട്. ജീവനും കൊണ്ട് ഒളിച്ചോടി, ജീവനും കൊണ്ട് ഓടി എന്ന് വേണം പറയാൻ വേണ്ടിയിട്ട്. എന്തായാലും ഇൻവിറ്റേഷൻ കൊടുക്കാത്തതും കൊണ്ടാണ് നിന്നില്ല എന്ന് പറയാൻ ചാക്കോ സാറേ നിങ്ങൾക്ക് ഉളുപ്പില്ലേ?